ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇതൊരു വ്യാഴാഴ്ച വൈകുന്നേരമാണ്. വ്യാഴാഴ്ച വൈകുന്നേരത്തെ ബഹ്റിനിലെ ട്രാഫിക്കാണ് നിങ്ങൾ കാണുന്നത്. ഭയങ്കര ട്രാഫിക്കാണ്, കാരണം വെള്ളിയാഴ്ച അവധി ആയതുകൊണ്ട് എല്ലാവരും ഇന്ന് പർച്ചേസിനൊക്കെ ഇറങ്ങുന്ന ദിവസമാണ്. നമ്മളിന്ന് പോകുന്നത് ഒരു ചെടിക്കടയിലോട്ടാണ്, സാറിലുള്ള. അപ്പം അവിടെ നമുക്ക് മണ്ണ് വാങ്ങണം, പിന്നെ അതുപോലെ തന്നെ നമുക്കന്ന് കിട്ടാണ്ട് പോയ കുറച്ച് ചെടികളുണ്ടല്ലോ, അതെല്ലാം നോക്കണം. നമ്മൾ ചെടിക്കടയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും വരുന്നൊരു ചെടിക്കടയാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിലിരിക്കുന്ന നേരത്തെ ചെടികളെല്ലാം ഈ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് വേറൊരു ചെടിക്കട, നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ്. ഇത് നമ്മൾ സ്ഥിരം വരുന്ന ചെടിക്കടയാണ്. കറിവേപ്പില വെച്ചപ്പോൾ കറിവേപ്പില വലുതാണ് ഇവിടെ ഉള്ളത്, അപ്പോൾ അത് ഞാൻ എടുത്തില്ല. പിന്നെ ഒരു മുല്ല എടുത്തിട്ടുണ്ട്, ഒരു മണി പ്ലാന്റ് നമുക്ക് ചീത്തയായത് മാറ്റി തന്നിട്ടുണ്ട്, പിന്നെ വയലറ്റ് മുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പുള്ളിക്കാരൻ എനിക്ക് ഫ്രീ ആയിട്ട് 2 10 മണിയുടെ ഇതും തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത മണ്ണെന്ന് പറയുന്നത് 50 ലിറ്ററിൻ്റെ ആണ്. കാരണം നമുക്ക് ചീരയൊക്കെ നടേണ്ടതുകൊണ്ട് മണ്ണ് കൂടുതൽ വരും. നമ്മുടെ കയ്യിൽ നേരത്തെ ഉള്ള 10 മണികളാണ് കേട്ടോ ഇത്. വൈറ്റും ഉണ്ട്, പിങ്കും ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഇന്ന് അതെല്ലാം ഓടിക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നട്ട ചെടികളാണ്, എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്നലെ ആ ചേട്ടൻ ഫ്രീ തന്നതാണ്. പിന്നെ ഇതാണ് നമ്മൾ വാങ്ങിച്ച വയലറ്റ് മുളക്. കറ്റാർവാഴ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ പറയാൻ വിട്ടു കേട്ടോ. പിന്നെ ഇത് ഞാൻ പാവി ചീരയാണ്. നമ്മൾ തക്കാളിയും കൂടി ഇന്ന് കുറച്ച് മാറ്റി നടണം. ഇത് മുല്ലയാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ റോസൊക്കെ എല്ലാത്തിനും പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നട്ട ചെടികളെല്ലാം അത്യാവശ്യം നന്നായിട്ട് കിളിച്ചു കേട്ടോ. ആദ്യക്കൂടി ഇവിടെ ഭയങ്കര കളിയിലാണ്, ഞാനവിടെ നടന്നെടുത്ത് വന്നിരുന്നിട്ട്. അപ്പം മണ്ണൊക്കെ എടുത്ത് പൊട്ടിച്ച് എല്ലാം സെറ്റാക്കുവാണ്. ഇനി എല്ലാം മാറ്റി നടണം ഒരു ചട്ടിയിലോട്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ റാമീസിൽ പോയപ്പോൾ നമുക്ക് വിലക്കുറവിൽ ചട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു, വലിയ ചട്ടികൾ. അപ്പോൾ ആ പോട്ടെല്ലാം ഉണ്ട്. അത് 4 എണ്ണം വാങ്ങിച്ചു, അല്ല 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. വലിയ 3 എണ്ണവും ഇടത്തരം 2 എണ്ണവും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടെല്ലാം മാറ്റി നടണം. ഇങ്ങനെ മാറ്റി നടണമെന്ന് അവർ പറഞ്ഞായിരുന്നു. ഇതിനകത്തിൽ വലുതാവുന്ന മുല്ല, അപ്പം മാറ്റി നടണമെന്ന് പറഞ്ഞു. പൂവൊക്കെ ഉണ്ടായിരുന്നു, പൂവൊക്കെ പിടിച്ചതാണ്. നല്ലതെന്ന് തോന്നുന്നു. സമയം ഉച്ച ആയതുകൊണ്ടാണ്, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അപ്പം ഞാനാണെങ്കിൽ മണ്ണൊക്കെ പൊട്ടിച്ച് ആദ്യം കുറച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ ചട്ടി ഇരുന്ന മുല്ല ഇളക്കി അങ്ങോട്ട് സെൻറ്ററിലോട്ട് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ട് വീണ്ടും മണ്ണിട്ടിട്ട് അതിനെ സെറ്റ് ചെയ്ത് അമർത്തി നന്നായിട്ട് വെച്ചു. ഈ സമയത്ത് അവിടെ വന്നിരുന്ന് ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ മുളക്, വയലറ്റ് മുളക്, നമ്മുടെ നാട്ടിലേക്കുള്ള വയലറ്റ് മുളക്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മുളകാണെങ്കിൽ ലാസ്റ്റ് ചെയ്യും, ചൂട് വരുമ്പോഴൊന്നും നശിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചട്ടിക്കകത്തിൽ ഹോൾ ഇടുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ആ ഹോൾ ഇടുവാണ്, ഇല്ലെങ്കിൽ വെള്ളം അതിൽ നിന്നിട്ട് ചെടി അളിഞ്ഞു. അപ്പം മുളകും അതുപോലെ തന്നെ ആദ്യം മണ്ണൊക്കെ ഇട്ടിട്ട് വീണ്ടും ഇത് കുത്തി വെച്ചിട്ട് വീണ്ടും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുളകും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി 3-4 മുളക് നിപ്പുണ്ട് കേട്ടോ. അപ്പം അടുത്ത് തക്കാളി, നമ്മുടെ തക്കാളി തൈകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി നടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് ക്യാമറയിൽ നിന്ന് കിട്ടുന്നില്ല, ഫുള്ള് ഷെയ്ഡ് അടിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മാറിയിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് 2 തക്കാളി ഓൾറെഡി നട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു 3-4 മൂട് തക്കാളി മാറ്റി നട്ടു. നമുക്ക് മണ്ണ് എത്ര നമുക്ക് വേണ്ടി വരും ചീരയ്ക്കെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നട്ടിട്ടുള്ളൂ തക്കാളി. ബാക്കി വരുന്ന മണ്ണെടുത്തിട്ട് നമുക്കിതെല്ലാം മാറ്റി നടാം. അപ്പോൾ ഇനി ചീര സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. വലിയൊരു ചട്ടിയാണ് വാങ്ങിച്ചേക്കുന്നത് ചീര സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്തിലാകുമ്പോൾ ഒരു 10 മൂട് ചീരയൊക്കെ നിൽക്കും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്തിലും ഹോളൊക്കെ ഇട്ടിട്ട് അപ്പം നമ്മൾ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. നമ്മൾ എന്തായാലും ഇന്ന് ഒരു ചട്ടിയിൽ മാത്രമേ ചീര നടുന്നുള്ളൂ, കാരണം എന്താണ് അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കണം. കാരണം എനിക്ക് ചീര കണ്ടിട്ട് അത്ര ആരോഗ്യമില്ലാത്തൊരു ചീര പോലെ തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒരു സെറ്റ് നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ട് നോക്കാം എന്നുള്ളത് തീരുമാനത്തിൽ ഇന്ന് നട്ടിരിക്കുകയാണ്. അപ്പം ആദ്യം ഞാൻ ജസ്റ്റ് ഹോളൊക്കെ ഇട്ടിട്ട് അതിനകത്തിൽ ഓരോ ചീരകൾ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ആദ്യക്കുട്ടി ശമുച്ചേൻ്റെ കയ്യിലിരിക്കുകയാണ് കേട്ടോ. ശമുച്ചേട്ടൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ആദ്യക്കുട്ടി ഇടയ്ക്ക് വീഡിയോ തനിയെ അങ്ങ് ഓഫാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആകെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. പിന്നെ അവളെ ഹോളിൽ കൊണ്ടുവന്ന് വാക്കെല്ലാം ഇരുത്തിയിട്ട് ശമുച്ചേട്ടൻ വന്ന് വീഡിയോ എടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കാൻ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മുഴുവൻ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ 10 മണിയെല്ലാം ജസ്റ്റ് ഒന്ന് ഒടിച്ച് നമ്മുടെ കുഞ്ഞു പോട്ടിനകത്തിലോട്ട് മാറ്റി നടായിരുന്നു. അപ്പം ഞാൻ ആദ്യം എല്ലാ 10 മണിയുടെയും ചട്ടികളെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒടിച്ച് നടുമായിരുന്നു. പഴയ ചട്ടി തന്നെ നടാൻ നോക്കിയപ്പോൾ മണ്ണ് നല്ല കട്ടിയാണ്, അപ്പോൾ അതിനോടത്തിലോട്ട് മാറ്റി നടാൻ പറ്റുന്നില്ല. എനിക്ക് ഇങ്ങനെ ജസ്റ്റ് തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് അവിടെ
അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞു പോട്ട് നമുക്ക് വാങ്ങിച്ചത് ഉണ്ടായിരുന്നു. മീൻസ് നമുക്ക് ചെടി വാങ്ങിച്ചപ്പം ആ പോട്ടിനകത്തിലാണല്ലോ കിട്ടിയത്. അപ്പം ആ പോട്ടിനകത്ത് തന്നെ നമുക്ക് ഈ 10 മണി പടർത്തിയിടാമെന്നൊരു ഐഡിയ തോന്നി. അപ്പം അതിന് വേണ്ടിയിട്ട് ഒടിക്കുവാണ്. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒടിച്ചു വിടുന്നത് നല്ലത്, നന്നായിട്ട് പൂ പിടിക്കും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒടിച്ചു വിടാറുണ്ട്. അന്നേരം തന്നെ ഞാൻ ചെറിയ പോട്ടിനകത്ത് മണ്ണ് നിറച്ചിട്ട് ആ ചെടി അപ്പം തന്നെ മാറ്റി നട്ടു. പൂവുള്ളതൊക്കെ നമ്മൾ ഒടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും കുഴപ്പമൊന്നുമില്ല, പൂവിനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാനത് മാറ്റി നട്ടു. ഒരു പോട്ടിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് 1.5 വിട്ട് ഓരോ കളർ വെക്കണമെന്നാണ് ആഗ്രഹം. മൊത്തം എനിക്ക് നമ്മുടെ കയ്യിൽ 6 പോട്ടുണ്ട് ചെറുത്. ഈ വീഡിയോയിൽ കേട്ടതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സ്കൂളിൽ എന്തോ പണി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര സൗണ്ടാണ് അവിടുന്ന് വരുന്നത്. ഞാൻ ഈ 10 മണിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ശമുച്ചേനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര കൃഷി വിദഗ്ധയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വൈറ്റ് 10 മണി വലിയ കുഴപ്പമില്ല, പക്ഷെ ആ പിങ്ക് 10 മണി ഇച്ചിരി ഒരാരോഗ്യമില്ലാത്ത പോലെ ശുഷ്കിച്ച് നിൽപ്പുണ്ടായിരുന്നു കുറേ. അപ്പം ഞാൻ അതെല്ലാം നന്നായിട്ട് മൊത്തം എടുത്ത് കളഞ്ഞു. പിന്നെ കുറച്ച് പൂ പിടിച്ച് നിൽക്കുന്നതെല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ 2 ചട്ടിയിലും കൂടെ ഉണ്ട് പിങ്ക്. പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞാനങ്ങനെ ഓരോന്നൊക്കെ ഒടിച്ച് വിട്ട്. എനിക്ക് ആ താഴോട്ട് നിൽക്കുന്ന ഒടിച്ച് കളയാൻ തോന്നിയില്ല, കാരണം അതിങ്ങനെ നമ്മുടെ റോഡിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിങ്ങനെ പുറത്തുനിന്നുള്ളവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അത് ഒടിച്ചില്ല. അകത്തോട്ട് നിൽക്കുന്നതൊക്കെ ഒടിച്ച് കളഞ്ഞു. പിന്നെ നമുക്ക് ഇന്നലെ പുള്ളിക്കാരൻ തന്ന ആ 2 കളറും കൂടെ ഞാൻ ആ വലിയതിനകത്തിൽ എല്ലാം കൂടെ ഒരുമിച്ച്, നല്ല രസമായിരിക്കുമല്ലോ എല്ലാ കളറും കൂടെ നിൽക്കുന്നതാണ്. അതുകൊണ്ടിട്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അതിൽ നിന്നും 2-3 കമ്പുകൾ ഒടിച്ച് ഇതിനകത്തിലോട്ട് വെച്ചിട്ടുണ്ട്. നല്ല പാടായിരുന്നു കേട്ടോ, കട്ടിയുള്ള മണ്ണായതുകൊണ്ട്. അവനെ ഞാൻ അതും അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പിങ്കും ഓരോ ചട്ടികളുണ്ടായിരുന്നു, ഓരോന്ന് ഞാനിങ്ങനെ ഓടിച്ച് കളഞ്ഞു. ഇതിനകത്തിലൊക്കെ ഞാൻ ശരിക്കും മുട്ടയടിച്ച് വിട്ടിട്ടുണ്ട്, കാരണം അത്ര നല്ല തണ്ടുകളല്ലായിരുന്നു നിന്നത്. അപ്പം ഞാൻ അതെല്ലാം ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒടിച്ച തണ്ടുകളൊക്കെ ഓരോ പോട്ടിലായിട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാ കളറും ഞാൻ എല്ലാ പോട്ടിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ 6 പോട്ടുകൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മാറ്റി നട്ടതും പുതിയതായിട്ട് കിട്ടിയതും എല്ലാം നമ്മുടെ 10 മണിയുടെ ആ ഒരു സെക്ഷനിലോട്ട് അറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പം വെക്കാനുള്ള സ്പേസ് കുറവായിരുന്നു. എന്നാലും ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരെണ്ണം താഴെ വീഴുകയൊക്കെ ചെയ്ത് പിന്നെ വീണ്ടും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞ് ഇനി എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച കറ്റാർ വാഴ. അപ്പം നമ്മുടെ ഗാർഡൻ ഏകദേശം നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. ഗാർഡൻ മാത്രമല്ല, അത്യാവശ്യം പച്ചക്കറികൾ നമ്മൾ നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല തണുപ്പായതുകൊണ്ട് സെറ്റായിരിക്കും. പിന്നെ അന്ന് രാത്രിയിൽ നമുക്ക് കുറച്ച് ഗ്രില്ല് കഴിക്കാൻ ആഗ്രഹം തോന്നി. അപ്പം നമ്മൾ പെട്ടെന്ന് പുറത്ത് പോയി. ബ്ലൂ ബീച്ച് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്, നമ്മൾ അവിടെ പോയി ഒരു ഹാഫ് ഗ്രില്ല് പറഞ്ഞു. അങ്ങനെ ഹാഫ് ഗ്രില്ലൊക്കെ വന്നു, നമ്മളതൊക്കെ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.